ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. ഇത് കേവലം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പല്ല, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഡ്രസ് റിഹേഴ്സലാണ്, സെമി ഫൈനലാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലൊരു പിന്നോട്ട് പോക്ക്, തോൽവി അചിന്ത്യമാണ്. എല്ലാവർക്കും വിജയിച്ച മതിയാവുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ആവേശം പ്രചരണത്തിൽ വ്യക്തമായിരുന്നു. ആവേശം കൊട്ടിക്കലാശത്തിന്റെ അവസാന മിനിറ്റുകളിൽ പ്രേക്ഷകരെ കാണൂ. അവസാന മിനിറ്റുകളിൽ ആഞ്ഞു കളിക്കുകയാണ് എല്ലാവരോടും ചേർന്ന്. ജനാധിപത്യത്തിന്റെ മനോഹരമായ കാഴ്ച നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്. ഇത് കേരളത്തിന് പുറത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് കാണാനുള്ള കാഴ്ചയല്ല, ഇത് കേരളത്തിൽ മാത്രമാണ് കുട്ടിക്കലാശത്തിന്റെ ഈ കാഴ്ച. ജനാധിപത്യത്തെ നമ്മൾ എത്രത്തോളം നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്നു എന്നതിന്റെ ദൃഷ്ടാന്തം കൂടിയാണ് പ്രായഭേദമന്യേ ആളുകൾ തെരുവിലിറങ്ങി നിന്ന് ആ ജനാധിപത്യത്തിന് അഭിവാദ്യം അർപ്പിക്കുന്ന കുട്ടിക്കലാശത്തിന്റെ കാഴ്ച. എല്ലാവരും ഉണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികളുമുണ്ട്. അല്ലറ ചില്ലറ കശപിശയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ പോലും കഴിഞ്ഞ തവണത്തെ കുട്ടിക്കലാശം പോലെയൊന്നും അങ്ങനെ വലിയ സംഘർഷകാലം ഒന്നും കണ്ടില്ല. ചെറിയ കശപിശ ഉണ്ടായി. ആ കശപിശ ഒഴിവാക്കിയത് നല്ലതായിരുന്നു. പക്ഷേ അതുണ്ടാവുമല്ലോ, മനുഷ്യന്മാരൊക്കെയാണ്, അത് ചിലപ്പോൾ കുറച്ചൊക്കെ ഉണ്ടാവും. പക്ഷെ വലിയ തല്ലിലേക്കൊന്നും എന്തായാലും പോയില്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ്. കാസർഗോഡ് കൊട്ടിക്കലാശം അവസാനിച്ചു എന്ന വാർത്ത വരുന്നു. കാസർഗോഡ് അല്ലെങ്കിൽ തന്നെ വലിയ ആർഭാടം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വലിയ ആർഭാടത്തിനില്ല എന്ന് നേരത്തെ അങ്ങ് പ്രഖ്യാപിച്ച് മാറി നിൽക്കായിരുന്നു കാസർഗോഡ്. പക്ഷേ മാറി നിന്നാലും അവസാന നിമിഷവും വീട് കയറി വോട്ട് തേടലായിരുന്നു. 5:58 ഇനി 2 മിനിറ്റ് മാത്രം ബാക്കി. എല്ലാ സ്ഥലങ്ങളിലും കൊട്ടിക്കലാശം അതിൻ്റെ അവസാന മിനിറ്റിൽ. ഏഴ് ജില്ലകളിൽ എല്ലാ സ്ഥലങ്ങളിലും ജനമഹാസമുദ്രം. തെരുവുകളിൽ പൂഴിവാരിയിട്ടാൽ താഴെ വീഴാത്തവണ്ണം ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടുന്നുണ്ട്. അവരവരുടെ പ്രിയപ്പെട്ട മുന്നണിക്ക്, പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് ഹൃദയം തുറന്ന് മുദ്രാവാക്യം വിളിച്ച് വിജയാഭിവാദ്യങ്ങൾ നേരുന്ന മനോഹരമായ കാഴ്ച എല്ലാ സ്ഥലത്തും. നമ്മൾ നേരത്തെ പറഞ്ഞ ജനാധിപത്യത്തിന്റെ രസകരമായ നൃത്തം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഷാദർ റഹ്മാൻ വീണ്ടും നിർത്തുകയാണ്. അവൻ 5:59 സമയം. ഇനി 1 മിനിറ്റ് മാത്രമാണ് ആ പ്രചരണം കൊട്ടിക്കയറി ഇറങ്ങാൻ ബാക്കിയുള്ളത്. ഒരേ ഒരു മിനിറ്റ് മാത്രം. അതിനിടയിൽ ഒഞ്ചിയത്ത് വടകര ഒഞ്ചിയത്ത് വെള്ളിക്കുളങ്ങരയിൽ കലാശക്കൊട്ടിയുടെ പ്രകടനങ്ങൾ മുഖാമുഖം വന്നു സംഘർഷാവസ്ഥ ഉണ്ടാകുന്നു. വലിയ പോലീസ് സന്നാഹമൊക്കെ അവിടെ നിൽപ്പുണ്ട്. അങ്ങനെ വലിയ അടിയിലേക്കൊന്നും പോയില്ല, വലിയ അടിപൊട്ടിയില്ല. ചെറിയ കശപിശയൊക്കെ അവിടെ ഇവിടെ ഒന്നും തള്ളൊക്കെ ഉണ്ടാവും. ഒഴിച്ചു നിർത്തിയാൽ ഏതാണ്ട് സമാധാനപരമായിരുന്നു, ഏതാണ്ട് ആവേശപൂർണ്ണമായിരുന്നു. അവസാന വോട്ടും തങ്ങൾക്ക് അനുകൂലമാക്കാൻ, തങ്ങളുടെ ശക്തി പ്രകടനമാക്കാനുള്ള നീക്കമായിരുന്നു മുന്നണികൾ, സ്ഥാനാർത്ഥികൾ. 5 മണി കഴിഞ്ഞ് 59 മിനിറ്റ്, 6 മണി. ഇനിയിപ്പോൾ പയ്യെ അങ്ങ് അവസാനിക്കുകയാണ്. 6 മണിയോടുകൂടി അതിൻ്റെ കലാശക്കൊട്ട് പൂർത്തിയാവുന്നു, അതിൻ്റെ പരസ്യപ്രചാരണം പൂർത്തിയാവുന്നു. കഴിഞ്ഞു. 7 ജില്ലകളിലെ പരസ്യപ്രചാരണം പൂർത്തിയായി. 7 ജില്ലകളിൽ വോട്ടെടുപ്പും പൂർത്തിയായി. 7 ജില്ലകളിൽ പരസ്യപ്രചാരണം പൂർത്തിയായി. ഇനി 7 ജില്ലകൾ 2ാം ഘട്ടം മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് ഒ ജെ ജനീഷ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി, സംസ്ഥാന പ്രസിഡന്റ്. അവിടെ അങ്ങനെ 7 ജില്ലകൾ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു. ഇനിയുള്ള ബാക്കി മിനിറ്റുകൾ ഇനി പരസ്യപ്രചാരണം, കോലാഹലങ്ങളില്ല, മൈക്ക് അനൗൺസ്മെന്റുകളില്ല. ഇനിയിപ്പോൾ ഓരോരോ വീട്ടിലേക്ക് കയറി ആൾക്കാരൊക്കെ ഫോണിലൊക്കെ വിളിച്ച് പോളിംഗ് ബൂത്തിലേക്ക് എത്തണമെന്നും അവസാന വട്ടം തങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്നും നിശബ്ദമായി അഭ്യർത്ഥിക്കുന്ന നാളെ ഒരു ദിവസം. അതിനുശേഷം മറ്റന്നാൾ പോളിംഗ് ബൂത്ത്. നാളെ എന്തായാലും സ്ഥാനാർത്ഥികളുടെ മുന്നിൽ നാളെയും വിശ്രമത്തിന്റെ ദിവസമല്ല, നാളെയും അവസാന മിനിറ്റിലെ അവസാന നിമിഷത്തെ തങ്ങൾക്ക് അനുകൂലമായി വോട്ട് മാറ്റുക എന്ന ദൗത്യം, എന്ന മഹാദൗത്യത്തിന്റെ ദിവസം തന്നെയാണ് നാളെയും. എന്തായാലും ഓരോരോ സ്ഥലങ്ങളിൽ നൃത്തം പതുക്കെ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ പയ്യെ നിശബ്ദമായി അങ്ങനെ വാദ്യഘോഷങ്ങൾ അവസാനിച്ചു. ആളുകൾ നിശബ്ദമായി നൃത്തച്ചൂടുകൾ അവിടെ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇനി പയ്യെ പിരിഞ്ഞു പോവുകയാണ് എല്ലാവരും. സമയം 6 മണി കഴിഞ്ഞ് 1 മിനിറ്റും 16 സെക്കൻഡും. അപ്പോൾ നിശബ്ദ പ്രചരണത്തിന്റെ അവസാന നിമിഷം പൂർത്തിയായി. ഇനി വരാനുള്ളത് ഈ പറയുന്ന 7 ജില്ലകളിലെ പോളിംഗ് ശതമാനത്തിന്റെ അവസാന കണക്കൂടി അല്പസമയത്തിനകം വരും. എന്തായാലും 2020 മുകളിലേക്ക് പോകുന്ന തർക്കമില്ല. ഈ കഴിഞ്ഞ 3 ആഴ്ച അടിത്തട്ടിൽ കഠിനാധ്വാനം ചെയ്ത എല്ലാ പാർട്ടി പ്രവർത്തകർക്കും, മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും ആശംസകൾ, വിജയാശംസകൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.